ഇൻഡോ പസഫിക്കിൽ ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ വമ്പൻ നയതന്ത്ര നീക്കം. മൽനയിൽ ലോകശക്തികളുമായി തന്നെ ഡോക്ടർ എസ് ജയശങ്കറിന്റെ നിർണായക ചർച്ച നടക്കുകയാണ്. ചൈനയുടെ തന്ത്രങ്ങൾ ഇന്ത്യയിൽ വിലപ്പോകില്ല എന്ന ബോധ്യം അവർക്ക് കൂടുതൽ തെളിയിച്ചു കൊടുക്കുന്നതിനായി തന്നെ സൗഹാർദ്ദപരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ് എന്ന അതിനോടൊപ്പം തന്നെ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് എന്നതാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനും സുരക്ഷാ വെല്ലുവിളികൾക്കും മറുപടിയായി തന്നെ ഇന്ത്യയുടെ നിർണായക നയതന്ത്ര നീക്കമാണ് ഇപ്പോൾ ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിൽ ഇവിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ലോകത്തെ പ്രധാന സഖ്യകക്ഷികളുടെ നേതാക്കളുമായി നിർണായക ഉഭയകക്ഷി ചർച്ച നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി, അതേപോലെ തന്നെ ഫിലിപ്പീൻസ് വിദേശകാര്യ സെക്രട്ടറി തെരേസ പി ലസാറോ എന്നിവരുമായി തന്നെ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജയശങ്കർ ഇൻഡോ പസഫിക്കിലെ സുരക്ഷ, സമുദ്ര സ്വാതന്ത്ര്യം, പ്രതിരോധ സഹകരണം, വ്യാപാരം, അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നിർണായക ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരിക്കുകയാണ്. ചൈനയുടെ കടൽ അതിർത്തി നീക്കങ്ങളും മേഖലയിലെ ഉയരുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളും ചർച്ചകളിലെ പ്രധാന വിഷയങ്ങളായിരുന്നു എന്നതാണ് വിവരം. ഇൻഡോ പസഫിക്കിൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നിയമാധിഷ്ഠിതവുമായ സമുദ്ര ക്രമം ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാടിന് ശക്തമായ പിന്തുണ തൊടുന്നതിനുള്ള സുപ്രധാന നയതന്ത്ര നീക്കമായാണ് ഇതിനെ കണക്കാക്കുന്നത് എന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഉച്ചകോടിക്കിടെ തന്നെ ഇതിനായി തന്നെ പല വിലയിരുത്തലടക്കം പുറത്തു വരുന്നത്. അത് മാത്രമല്ല, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട്. വ്യാപാരം, തീരുവകൾ, ഊർജ്ജ സഹകരണം, പ്രതിരോധ സഹകരണം, ക്രിമിനൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ തന്നെ മേഖലയിലെ പങ്കാളിത്തം എന്നിവയെക്കുറിച്ചും ഇരു നേതാക്കളും ഇവിടെ സമഗ്രമായ ചർച്ചയാണ് നടത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് ജയശങ്കർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ചില കാര്യങ്ങൾ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗത്ത് ചൈന കടലിൽ ചൈനയുമായി നിരന്തരം അവിടെ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഫിലിപ്പീൻസിന് ശക്തമായ പിന്തുണ നൽകുന്നതാണ് ഇന്ത്യയുടെ ഈ ഒരു സന്ദർശനം ഇവിടെ സൂചിപ്പിക്കുന്നത്. ചൈനീസ് ഭീഷണികൾക്കെതിരെ തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ ജനാധിപത്യ രാജ്യങ്ങളുടെ ഐക്യം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്ങുമായുള്ള ചർച്ചയിൽ അവിടെ ക്വാഡ് കൂട്ടായ്മയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും സമുദ്ര സുരക്ഷ മുൻനിർത്തിയുള്ള സംയുക്ത നീക്കങ്ങളെക്കുറിച്ചും ധാരണയായിട്ടുണ്ട്. മേഖലയിലെ സുസ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും ഇന്ത്യയുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.